58 വർഷത്തിനു ശേഷം അധികാരത്തിൽ രുചി നുകരണമെന്ന ആഗ്രഹം കോൺഗ്രസ് നേതാക്കളിൽ ശക്തമാകുന്നു. നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ DMK ആണ് തമിഴ്നാട് ഭരിക്കുന്നതെങ്കിലും മന്ത്രിസഭയിൽ കോൺഗ്രസ് ഇല്ല. DMKയുടെ സഖ്യകക്ഷികൾക്കൊന്നും മന്ത്രിസഭയിൽ ഇടമില്ല. കൂട്ടുകക്ഷി മന്ത്രിസഭ എന്നത് തമിഴ്നാടിന്റെ ശീലവുമല്ല. എന്നാൽ ഇക്കുറി അധികാര തുടർച്ചയുണ്ടായാൽ മന്ത്രിസഭയിൽ തങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 38 സീറ്റുകൾ വേണമെന്നും കോൺഗ്രസ് നേതാക്കൾ DMK നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുന്നണിക്ക് ഭരണം ലഭിച്ചാൽ 3 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് സഖ്യകക്ഷിയായ DMKയ്ക്ക് മുന്നിൽ വെച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ മന്ത്രിസഭാ പങ്കാളിത്തം നൽകേണ്ടതില്ല എന്നാണ് DMKയുടെ നിലപാടെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ച ആരംഭിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ ആവശ്യം കോൺഗ്രസ് DMK അറിയിച്ചതായാണ് സൂചന. ഔപചാരിക ചർച്ചകൾ വൈകാതെ തുടങ്ങും. നിയമസഭയിൽ സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാതിരുന്ന DMKയ്ക്ക് 2011 കോൺഗ്രസ് നിരുപാധിക പിന്തുണ നൽകിയിരുന്നു. DMK സർക്കാർ 5 വർഷ കാലാവധി പൂർത്തിയാക്കുകയും ചെയ്തു. കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിൽ DMKയ്ക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് തങ്ങൾക്ക് മന്ത്രിസഭ പങ്കാളിത്തം ലഭിക്കണമെന്ന ആവശ്യമാണ് തമിഴ്നാട് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇക്കാര്യത്തിൽ വാക്കാലുള്ള ഉറപ്പെങ്കിലും കിട്ടണമെന്നാണ് പാർട്ടി കരുതുന്നത്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് 58 വർഷമായി ഭരണത്തിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഗിരീഷ് ചോഡാങ്കറാണ് മന്ത്രിസഭാ പ്രാതിനിധ്യം എന്ന ആവശ്യം ആദ്യം ഉയർത്തിയത്. പാർട്ടിയെ ശക്തിപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും മന്ത്രിസഭാ പങ്കാളിത്തം അനിവാര്യമാണെന്ന് യോജിച്ചുകൊണ്ട് തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ K. സെൽവ പെരുന്തുകൈ പ്രതികരിച്ചു. DMK ബന്ധമുപേക്ഷിച്ച് TVKയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഭരണ പങ്കാളിത്തം എന്ന ആവശ്യം ഉയർത്തുന്നത്. എന്നാൽ DMK സഖ്യം സുദൃഢമാണെന്നും TVKയുമായി ചർച്ച നടത്തിയെന്നത് അഭ്യൂഹം മാത്രമാണെന്നും ചോഡാങ്കർ ശനിയാഴ്ച ചെന്നൈയിൽ പറഞ്ഞു. അതേസമയം സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ലെന്ന് DMK നേതാക്കൾ പ്രതികരിച്ചു. ഭരണ പങ്കാളിത്തം വേണമെന്ന ആവശ്യം കോൺഗ്രസ് തങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടില്ല എന്നുമാണ് DMK നേതാക്കൾ പറയുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ആവശ്യത്തിന് ഒരു കാരണവശാലും വഴങ്ങേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചെന്നാണ് അറിയുന്നത്. കൂട്ടുപക്ഷ ഭരണം തമിഴ്നാടിന്റെ രീതിയല്ലെന്നും അതിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇല്ല എന്നുമാണ് DMK നേതൃത്വത്തിന്റെ നിലപാട്.